ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നത് കാണിക്കാനാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാലപ്പ് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഈസി മെത്തേഡ് ഇതാണെന്ന് തോന്നി. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇതിൽ ഞാൻ സ്കാലപ്പ് മാത്രമല്ല കസ്റ്റമർ എന്നോട് സ്റ്റോൺ വർക്കും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കസ്റ്റമർ സെലക്ട് ചെയ്ത മെറ്റീരിയൽ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് സ്റ്റോണാണ്, ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത്. പിന്നെ ത്രെഡ് എടുത്തിട്ടുള്ളത് നമ്മളുടെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുന്ന ആ ഒരു സിൽക്ക് ത്രെഡാണ്. പിന്നെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാലപ്പ് ചെയ്യുന്ന ത്രെഡിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഞാനിതാ സ്കാലപ്പിൻ്റെ ആ ഒരു പാറ്റേൺ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഉഷ ജനോമിൻ്റെ അലോ ഡിലക്സിലാണ്. ലെങ്ത്ത് ഇതാ ഇതുപോലെ 0ക്കും 1ൻ്റെയും ഇടയിലിടുക. അതുപോലെ സെലക്ടർ സീലാക്കുക. പിന്നെ ടെൻഷൻ ഞാൻ 0യിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ത്രെഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ ബോബിലും ഈ ഒരു സെയിം ത്രെഡ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പേപ്പർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ മെറ്റീരിയലിൻ്റെ താഴെ ഇത് വെച്ച് കൊടുക്കുക. ചീത്തവശത്താണ് പേപ്പർ വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ എന്നിട്ട് ഈ ഒരു പാറ്റേണിൻ്റെ മുകളിലൂടെ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അധികം സ്പീഡിലൊന്നും ചെയ്യേണ്ട, ഇതുപോലെ സ്ലോ ആയിട്ട് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു പേപ്പറിന് പകരം ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്തിട്ടും ചെയ്യാം. ഞാൻ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ആ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് പേപ്പർ ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ പേപ്പർ അങ്ങോട്ട് വിട്ടു പോന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ ഒരു പഴയ തുണിയിൽ ചെയ്ത് പഠിക്കുക. എന്നിട്ട് മാത്രം നല്ല തുണി വെച്ച് ചെയ്യുക. അതുപോലെ നമ്മളുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് 0ക്കും 1ൻ്റെയും ഇടയിലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയാൽ കാണാം ഞാൻ എത്രയിലാണ് കൊടുത്തത് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്കാലപ്പിൻ്റെ തിക്നെസ് കൂടുന്നതും കുറയുന്നതൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു പഴയ തുണിയിൽ ചെയ്യുമ്പം അതൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ ഞാനിതാ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു സ്റ്റോൺ വർക്കും കൂടി ചെയ്യാനുണ്ട്. ഈ ഒരു രീതിയിലാട്ടോ സ്റ്റോൺ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് B7000 ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോണ് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴെയായിട്ട് ഓരോ സ്റ്റോൺ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്യുക. ഒന്നുകിൽ കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സോൾഡറിങ് അയൺ വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ ഫൈനൽ ലുക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.